ഹായ് ഹലോ 2 ദിവസമായിട്ട് രാവിലെ എണീറ്റാളുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞ് ഈ മേരി ക്രിസ്മസ് എവിടം വരെ എത്തിയെന്ന് നോക്കലാണ്. ഇത് ഇനി ഒരു 2 ദിവസം കൂടെ കാണുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ചൂട് വെള്ളം കുടിച്ച് ദിവസം അങ്ങ് തുടങ്ങിയേക്കാന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടിരിക്കുന്ന സ്ഥലം കാനഡയിലെ പ്രീമിയം ഔട്ട്ലെറ്റ് മോളാണ്. ആൻഡ് ടുഡേ ഈസ് വെരി സ്പെഷ്യൽ ഹിയർ. ഇവിടെ ഇന്ന് ബോക്സിംഗ് ഡേ ആണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം, സെക്കൻഡ് ക്രിസ്മസ്, എക്സ്റ്റൻഡഡ് ക്രിസ്മസ് എന്നൊക്കെ പറയും. ഷോപ്പിങ്ങിന് പ്രധാനപ്പെട്ട ദിവസം. ബോക്സിംഗ് ഡേ ഹിസ്റ്റോറിക്കലായിട്ട് പല കാര്യങ്ങളുണ്ട്, വിച്ച് ഇസ് സ്റ്റിൽ അപ്പ് ഫോർ ഡിബേറ്റ്. ഞാൻ വായിച്ചതിൽ കണ്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ സെർവൻസിനും ബാക്കി പണിക്കാർക്കും അവധി കൊടുക്കുന്ന ദിവസം. സമ്പന്നരായ ബിസിനസ് ഉടമസ്ഥർ അവരുടെ പണിക്കാർക്ക് എക്സസ് വരുന്ന ഫുഡും ഗിഫ്റ്റ്സും കൂടെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്ന ദിവസം. പക്ഷേ ഇപ്പം ഇവിടെ അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഷോപ്പിംഗ് ആണ് മെയിൻ. ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞാൽ അടുത്ത മെഗാ സെയിൽ ഓഫറുള്ള ദിവസം. പക്ഷേ ഞങ്ങൾ പോകുന്നത് അതിനല്ല, വഴിയെ പറയാം. അപ്പം നമ്മുടെ മെട്രോയിൽ കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ മെട്രോയിനെ സബ്വേ എന്നാണ് ആൾക്കാർ പറയാറ്. ഈ സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഇനി സെക്കൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഈ സാധനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ പയനം. ഇവിടുന്ന് ഞങ്ങൾക്ക് എടുക്കാനുള്ളതാണ് ഗോ ട്രാൻസിറ്റ്. ഇവർക്ക് റെഗുലർ ആൻഡ് ഡബിൾ ഡെക്കർ ബസ്സസ് ഉണ്ട്. അതിൽ ഡബിൾ ഡെക്കറിൽ കയറ്റാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ കയറിയതോ സാധാരണ ഡെക്കർ ബസ്സിൽ. വഴി നീളെ കാണുന്ന ഓരോ ഡബിൾ ഡെക്കർ ബസ് കാണുമ്പോഴും ഞാൻ വിവേകിനെ വിളിച്ച് കാണിച്ച് വിവരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ ബസ് നമ്മുടെ നാട്ടിലെ മൾട്ടി ആക്സിൽ ബസ് പോലെയാണ്. ഭയങ്കര സ്മൂത്തായിട്ടാണ് പോവുക. ഇതിനകത്തിരിക്കുമ്പോൾ വണ്ടി ഓടുന്നതും നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ വൈഫൈ ഉണ്ട്. ആ ഫ്രീ വൈഫൈ ഞങ്ങളും മുതലാക്കി. ഞങ്ങൾ കയറിയ സ്റ്റോപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് അടുത്ത ബസ് ഇനി പിടിക്കേണ്ടത്. അത് ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട് നമുക്ക്.
2 ദിവസം മുന്നേ ആയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്കായിരുന്നു സ്നോഫോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് വൈറ്റ് ക്രിസ്മസ് ദിസ് ടൈം. കഴിഞ്ഞ വർഷം ഭയങ്കര കുറവായിരുന്നു അത്രേ സ്നോഫോൾ ഇവിടെ. ആദ്യമായിട്ട് വിൻ്റർ അനുഭവിക്കുന്ന എനിക്കത്ര സുഖം ഉണ്ടായിരുന്നില്ല. തണുപ്പേ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് ഓൾമോസ്റ്റ് എത്താറായി. ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം ഇനി അടുത്ത ബസ് പിടിക്കാൻ. കൊള്ളാം, ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനി 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബസ്. തണുപ്പാണെങ്കിലോ -4 ഡിഗ്രി. അത്രയ്ക്ക് അങ്ങോട്ട് റെസിസ്റ്റൻസ് വരാത്തത് കൊണ്ട് ഓപ്പോസിറ്റുള്ള കോഫി ഷോപ്പിൽ കയറി ഞങ്ങളെ തന്നെ ചൂടാക്കി. യെസ്, നെക്സ്റ്റ് ബസ് ഡബിൾ ഡെക്കർ തന്നെ. ടോപ്പ് ഫ്ലോറിൽ കയറിയിട്ട് ഫ്രണ്ട് സീറ്റിലിരുന്നു. ഫുൾ സ്ക്രീൻ വ്യൂ. ഇവിടെ നിന്ന് 1/2 മണിക്കൂറാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കുള്ള സമയം. ഇവിടെ ഉള്ള ഭൂരിഭാഗം വീടുകളും സിമിലറാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ, വീടിൻ്റെ ബോഡി പാറ്റേണൊക്കെ. ഇത് കണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ബാംഗ്ലൂർ ഡേയ്സിലെ ഡയലോഗ് ഓർമ്മ വന്നത്. ദുൽഖർ പറയുമല്ലോ, ഇവിടെ ഉള്ള ഓരോ വീടുകളും ഒരേപോലെയാണ്, ഓരോ വാതിലും ജനലുകളും ഒക്കെ. അപ്പം പാർവതി പറയും അതായിരിക്കാം, പക്ഷേ ആ ജനവാതിലിലൂടെ കാണുന്ന കാഴ്ചകൾ അത് വേറെ തന്നെയാണ്. കുറച്ച് സിനിമാറ്റിക്കായി തോന്നിയല്ലേ? എനിക്കും ഈ വീടുകൾ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. We are at the final destination. ഒയ്യോ, ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഈ ബോക്സിംഗ് ഡേ ഷോപ്പിങ്ങിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കുന്നത്. ഇത്രയും തിരക്ക് കണ്ടതിൻ്റെ നെടുക്കം മാറാതെ ഞങ്ങൾ അന്യോന്യം നോക്കി വീണ്ടും ഞെട്ടിക്കൊണ്ടേയിരുന്നു. കുറച്ച് സമയമെടുത്തു ഇതൊന്ന് നോർമലൈസ് ആവാൻ വേണ്ടി ഞങ്ങൾക്ക്. ഈ ലൈൻ തൊട്ടപ്പുറത്ത് കാണുന്ന ലുലു ലെമൺ കടയിൽ കയറാനുള്ള ക്യൂ ആണ്. ക്രൗഡ് ഒരുപാടാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിർത്തിയിട്ട് കുറച്ച് ആൾക്കാരെ ആയിട്ടാണ് ഇവിടെ ഉള്ളിൽ കയറ്റുന്നത്. ഇതാണ് ഞങ്ങളുടെ ടാർഗറ്റ്, എഡിബോർ. ഇവിടെയുള്ള ബാക്കി ആൾക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. 2 ജാക്കറ്റ് റിട്ടേൺ ചെയ്യാൻ. ഓൺലൈൻ മേടിച്ചതുകൊണ്ട് റിട്ടേൺ ചാർജസ് ആപ്ലിക്കബിളാണ്, അവരെന്നെ വന്ന് പിക്കപ്പ് ചെയ്യണമെങ്കിൽ. അപ്പം അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത്ര അധികം ക്യൂ കണ്ട് ഞങ്ങൾ ഭയങ്കര ഷോക്കിലായിരുന്നു. ഇടതും വലതും എല്ലാ സ്ഥലത്തും ക്യൂ ആണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്യൂ നൈക്കിയിൽ കയറാനാണ്. ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും വലിയ ക്യൂ അവിടെ കയറാനായിരുന്നു. പിന്നെ റാൽഫ് ലോറൻ, ഇത് രണ്ടിലുമായിരുന്നു ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഇവരൊക്കെ നിൽക്കുന്നത് -4 ഡിഗ്രിയിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനമാവാൻ തുടങ്ങി. എനിക്ക് തണുക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. തണുപ്പ് മാത്രമല്ല, വിശക്കാനും തുടങ്ങി. ഞങ്ങളങ്ങനെ ഫുഡ് കോർട്ട് അന്വേഷണം നടത്താൻ തുടങ്ങി. ഫുഡ് കോർട്ടിൻ്റെ അകത്താണെങ്കിൽ അടുക്കാനുള്ള സ്ഥലമില്ല. ഞങ്ങൾ മേടിച്ച ഫുഡും എടുത്ത് പുറത്ത് വന്നിരുന്ന കഴിച്ചത്. നല്ല തണുപ്പുള്ളതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈയൊക്കെ ഫ്രീസായി. റിട്ടേൺ അടിക്കാൻ റെഡിയായ ഞങ്ങൾക്ക് പണി കിട്ടി മക്കളെ. ബോക്സിംഗ് ഡേയുടെ തിരക്ക് കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. പച്ച, മഞ്ഞ, ചുവപ്പ് ഒരു 10 തവണ കത്തിയിട്ടും വണ്ടിയൊന്നും നീങ്ങുന്നില്ല. കണ്ണെത്തും ദൂരത്താണേ ബസ്, എന്നാലും ഇങ്ങോട്ടെത്തുന്നില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂറായി.
അവസാനം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി ബസ് കയറി. ഉള്ളിൽ കയറിയപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ, എൻ്റെ സാറേ. ഇറ്റ് ഫെൽ ലൈക്ക് ഹെവൻ ഓണസ്റ്റ്ലി. തണുത്ത് തളർന്നു. വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. അവിടുന്ന് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങി എണീറ്റു. അടുത്ത ബസ് കയറി. കുറച്ചും കൂടി ഉറങ്ങാനുള്ള സ്കോപ്പ് കാണുന്നുണ്ട്. നല്ലോണം ക്ഷീണമുണ്ട്. 45 മിനിറ്റ്സാണ് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സബ്വേയിലേക്കുള്ള ദൂരം. എന്നാൽ പിന്നെ മെട്രോയിൽ കയറി ഞങ്ങൾ വീട്ടിൽ പോകാനുള്ള പണി നോക്കാം അല്ലേ. ഗുഡ് ബൈ.